ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ? അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർക്കണം. അതിലേക്ക് ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അതും ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 2 ടീസ്പൂൺ കുരുമുളകാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ വെള്ളവും ചേർത്തിട്ട്, വെള്ളം കൂടുതലാകാൻ പാടില്ല, ചിക്കന് കുറച്ച് മേലെ നിൽക്കുന്ന വിധത്തിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കത് തിളക്കാൻ വേണ്ടി വെക്കാം. ചിക്കൻ ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്, നന്നായി വെന്തിട്ടുമുണ്ട്. ഇനി അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണയൊഴിച്ച്, ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് പട്ടയും ഏലക്കായും ഗ്രാമ്പുവും കൂടി ഇടുക. അത് ഞാൻ 3-4 പീസേ ഇട്ടിട്ടുള്ളൂ. പട്ട ഒരു പീസ് പൊട്ടിച്ചിട്ടതാണ്. അതിൻ്റെ കൂടെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത് കൂടിയിട്ട് നന്നായി അതൊന്ന് വഴറ്റണം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റുക. അതിനുശേഷം ഒരു കൈപ്പിടി മുഴുവൻ നമുക്ക് കറിവേപ്പില അതിലേക്ക് ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് അത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളിയും കൂടി ചേർക്കാം. ഉള്ളിയും ചേർത്ത് നന്നായി വഴറ്റണം. ഞാനിവിടെ 4 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പ് ചേർക്കണം. നമുക്ക് ഉള്ളിയിലേക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രം ചേർത്താൽ മതി. നമ്മൾ നേരത്തെ ചിക്കന് അതിന് വേണ്ടുന്ന ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1.5 ടീസ്പൂണ് കുരുമുളകും പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ചിക്കന് വേണ്ടുന്നതൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളിയിൽ വേണ്ടുന്നത് മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഇനി അതൊന്ന് നന്നായി ഒരു 2 സെക്കൻഡ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, പൊട്ടാറ്റോ ക്യാരറ്റ് എല്ലാം ഇട്ടിട്ട് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി വെന്തിട്ടുള്ള ചിക്കനാണ്, അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം, ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം 2ാം പാല് ഒഴിക്കണം അതിലേക്ക്. ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 സ്പൂൺ എടുത്തിട്ടാണ് ഞാനിപ്പോൾ 2ാം പാലാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ ചിക്കൻ ഒരു തിള വന്നതിന് ശേഷം, കാരണം നമ്മൾ വേവിച്ച ചിക്കനാണല്ലോ ഇതിൽ ചേർത്തിട്ടുള്ളത്, ഒരു തിള വന്നതിന് ശേഷം നമുക്ക് 1ാം പാല് കൂടി ചേർക്കാം. 1ാം പാല് ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ എടുത്തിട്ടാണ് 1ാം പാല് കട്ടിയാക്കിയിട്ട് ഒഴിക്കുക ചെയ്തിട്ടുള്ളത്. അതിനുശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നൊരു ചെറിയ സീക്രട്ട് പറഞ്ഞുതരാം. ഞാൻ ചിക്കൻ കറി വെക്കുമ്പോഴൊക്കെ ലാസ്റ്റ് എല്ലാം ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 സ്പൂണ് നെയ്യ് അതിൻ്റെ അകത്ത് ചേർക്കാറുണ്ട് എപ്പോഴും. അതുപോലെ ഇതിപ്പം 1.5 ടീസ്പൂണ് ചേർത്തിട്ടുണ്ടാവും. 1.5 ടീസ്പൂണ് നെയ്യ് ചേർത്ത് ഒന്ന് ചെറുതായി ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇപ്പം ചെയ്ത് വെച്ച സ്റ്റൂവിലേക്ക് ഒഴിക്കാം. അതൊരു ഒരു ടേസ്റ്റ്, നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കഴിച്ചവരും പറഞ്ഞിട്ടുണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. നമ്മളെ ചിക്കൻ സ്റ്റൂ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.